തുടങ്ങാൻ പോകണം നമ്മള്. സത്യം കുട്ടികളൊക്കെ ഇത്ര നന്നായി ഡാൻസ് കളിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും ശരിക്കും അടിപൊളി ഡാൻസ്. എല്ലാവർക്കും അവർക്ക് ആശംസിക്കാം. എന്നാ റോസ്മി, കുറെ നേരമായില്ലേ ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഒരു പാട്ടായാലോ? ആ പാട്ട് എന്നാ പിന്നെ ഞാൻ തന്നെ പാടിയാലോ? അയ്യോ അത് വേണ്ട, അത്ര മോശമാണോ? എന്നാലും നമുക്ക് വേറൊരു ഗ്രൂപ്പിനെ വിളിച്ചാലോ? അവര് റെഡിയാണോ? റെഡിയാണോ? വലിയ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. മേളയില പെരുമ. നമുക്ക് മാവേലിയെ ഇവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ക്ഷണിക്കാം. കുട്ടികളാരും പോകരുത് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാം. ആഘോഷപരമായ പരിപാടികൾക്ക് ശേഷം ആഘോഷമായ സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാത്തവർ ആഘോഷമായി തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തവര് ആഘോഷമായി തന്നെ ക്യാഷ് കൊടുക്കേണ്ടതാണ്. ഡാൻസ് കലാപരിപാടിയുടെ ഇടയ്ക്ക് ചെറിയൊരു മത്സരത്തിലേക്ക് കിടക്കുകയാണ്. എവിടെ സുന്ദരി? സുന്ദരി പോരട്ടെ. സുന്ദരിക്ക് പൊട്ടുകൂടൽ. നല്ലൊരു കയ്യടി. സത്യം പറയും, ഇപ്പൊ ഈ കയ്യടി ആരുടെ? എനിക്കാണോ സുന്ദരിക്കാണോ? അപ്പൊ നമ്മുടെ സുന്ദരിക്ക് പൊട്ട് വരുന്നതിന്റെ മാനദണ്ഡങ്ങൾ ഇത്രയാണ്. ആദ്യം വിളിക്കുന്നത് നമുക്ക് ഒരു 65 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവര്. കാരണം പൊട്ടുകുത്തി ഒരു പരിവായ ആളുകളെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവർക്കിനി കണ്ണടച്ചാലും കൃത്യമായിട്ട് പൊട്ടുകുത്താൻ പറ്റുന്നതാണ് ഒരു ആന്റി പറഞ്ഞത്. അതുകൊണ്ട് 65 വയസ്സിന് മുകളില് ഇപ്പൊ നിങ്ങൾക്ക് വയസ്സ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 40 വയസ്സെന്ന് ഞാൻ പറയാം. 65 വയസ്സിന് മുകളിലുള്ളവർ വന്നാൽ കേട്ടോ. അപ്പൊ 65 വയസ്സിന് മുകളിലുള്ള ആദ്യം വരുന്ന അമ്മച്ചി ഇതാണ്. അമ്മച്ചിയുടെ പേര്
ജെസ്സി അമ്മച്ചി ആദ്യമായി തൊടുന്നു സുന്ദരിക്ക് ഒരു പൊട്ട്. Put your hands together. ബോർഡെ തൊടാൻ പാടില്ല. അമ്മച്ചി ഈ ബോർഡിൽ എത്തിക്കഴിഞ്ഞു. തൊട്ടോ കൃത്യം തൊട്ടോ അമ്മച്ചി. ആ എത്തി. അയ്യോ പ്രിയമുള്ളവരെ, ജെസ്സി അടി നോക്കൂ. ഇവിടെയാണ് ബോർഡ്. മേലെ പ്രദേശം കേട്ടോ. പൊട്ടു വെക്കാൻ അവസരം കിട്ടാത്തവർ ഇതാ ഇവിടെ ഒരു സുന്ദരി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇതിന് ഒരു കേസോ കൂട്ടോ ഉണ്ടായിരിക്കുന്നല്ല. നിങ്ങളുടെ പെണ്ണുപിള്ളമാരുടെ ഭാര്യമാരുടെ അനുവാദത്തോടുകൂടി മറ്റൊരു സുന്ദരിക്ക് പൊട്ടുവെത്താൻ ഇതാ ഒരു സുവർണാവസരം. കടന്നു വരൂ. ഒന്നെടുത്താൽ 2, രണ്ടെടുത്താൽ 4. കൈയടിക്ക്. അടുത്തതായിട്ട് കടന്നു വരുന്നത് 2019 ഏപ്രിൽ മാസം കല്യാണം കഴിച്ച ആ പെൺകുട്ടി. 2019 ഏപ്രിലിൽ കല്യാണം കഴിഞ്ഞവള്. ആരവൾ? ആരില്ല. 2019 ഏപ്രിൽ ആരില്ല. മെയ്യില്ല. ജൂൺ. സോറി, അത് കൊറോണ കാലമായിരുന്നു. അത് മൂഞ്ചു പോയി. അടുത്തായിട്ട് 2020 ജനുവരി. 2020 ജനുവരിയിൽ ഇവിടെ ഒരെണ്ണം കല്യാണം കഴിഞ്ഞിട്ടല്ലോ. നിങ്ങളാരും കെട്ടിയില്ലേ ചേച്ചി? ഇവരല്ല ഇല്ല. പ്രിയമുള്ളവരെ, ഒരു നിയമം പറഞ്ഞില്ല. അടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഈ മാസം കല്യാണം കഴിച്ചവര്, അതായത് ഏത് മാസം? സെപ്റ്റംബർ മാസം കല്യാണം കഴിച്ചേക്കുന്ന ആരെങ്കിലും, ഒരു ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും സെപ്റ്റംബർ മാസം കെട്ടിട്ടുണ്ടോ? ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബ രജിസ്റ്റർ എടുത്ത് നോക്കും. ഇത് നിങ്ങളുടെ പേര് വിടുകൂടെ, ലാസ്റ്റ് പരിപാടി അത്. സെപ്റ്റംബർ മാസം കല്യാണം കഴിഞ്ഞ ആരുള്ള ഇവിടെ കമോൺ പുതിയ ചേട്ടത്തിന്റെ പേര് സിനി വിജയ്. എവിടെ വിജയ് ചേട്ടൻ? വിജയ് ചേട്ടൻ എവിടെ? ഇവിടെ കമോൺ. പറഞ്ഞോ, നിങ്ങൾ ഒച്ചയുണ്ടാക്കുക. ഈ പുള്ളി പറയുന്ന പെണ്ണുമ്പളെ കേൾക്കരുത്. ഒച്ചയുണ്ടാക്കുക. മതി. ഇവിടെ സൂപ്പർ. കോച്ചായി നിന്നത് നമ്മുടെ സ്വന്തം വിജയ് ചേട്ടാണ്. നല്ലൊരു കുടുംബം. കൈയടിക്കോ. നിലയ്ക്കുന്ന സമയം. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് യൂത്തന്മാര്. ഈ സുന്ദരിയല്ല, ഇതിനപ്പുറമുള്ള സുന്ദരിക്ക് വോട്ട് വെച്ചാൽ നമ്മുടെ ചേട്ടയുടെ പേര് ഇതാ. പ്രിയമുള്ള കലാസ്നേഹികളെ, ജെയിംസ് ചേട്ടൻ, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജെയിംസ് ചേട്ടൻ ഇതാ ഈ സുന്ദരിക്ക് പൊട്ടുകുത്തുകയാണ്. സുന്ദരിക്ക് പൊട്ടുകുത്താനായി ജെയിംസ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് കടന്നു വരികയാണ്. കിഴക്കോട്ട് തിരിച്ചാൽ കൃത്യം പടിഞ്ഞാട്ടോട്ട് വന്നോട്ടോ. ഇതാ ജെയിംസ് ചേച്ചിയുടെ അതേ നിലയിൽ ആ സ്നേഹത്തോടുകൂടി അമ്മാര് കേട്ടിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, യൂത്തന്മാർ, IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂത്തൻ. ആശാന്റെ യൂത്തം പണ്ട് 1950 യൂത്തന്മാർ എവിടെ? ആരുമില്ലേ? പേരിന്റെ ആദ്യത്തെ അക്ഷരം ഏ. ആണോ പെണ്ണോ? ഏ. ആഷ്ലി, അലീഷ, അമ്മണി, അമ്മു, അപ്പു. പെമ്പിളെ
പാട്ട് കേട്ട് പാടമലയിൽ ഓടി മാറികള്. ക്ഷീണിച്ചാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ.